ഹലോ ഫ്രണ്ട്സ്, നമ്മളിന്ന് നോക്കാൻ പോകുന്നത് റിപ്പബ്ലിക് ദിന ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ്. അപ്പോൾ ഒന്നാമത്തെ ചോദ്യം ഇതാണ്: ഇന്ത്യയുടെ എത്രാമത്തെ റിപ്പബ്ലിക് ദിനമാണ് 2026 ജനുവരി 26 ആഘോഷിക്കുന്നത്? ഉത്തരം അറിയാവുന്നവർ കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട. ശരിയായിട്ടുള്ള ഉത്തരം 77ാമത് റിപ്പബ്ലിക് ദിനമാണ് 2026 ജനുവരി 26 നമ്മൾ ആഘോഷിക്കുന്നത്. അടുത്ത ചോദ്യം നോക്കിക്കോളൂ. റിപ്പബ്ലിക് ദിനത്തിൽ നടക്കുന്ന സൈനിക പരേഡുകൾക്ക് സല്യൂട്ട് സ്വീകരിക്കുന്നത് ആര്? ശരിയായിട്ടുള്ള ഉത്തരം രാഷ്ട്രപതിയാണ്. റിപ്പബ്ലിക് ദിനത്തിൽ നടക്കുന്ന സൈനിക പരേഡുകൾക്ക് സല്യൂട്ട് സ്വീകരിക്കുന്നത് ആരാണ്? രാഷ്ട്രപതിയാണ്. അടുത്ത ചോദ്യം ഇതാണ്: ഇന്ത്യയുടെ പരമോന്നത ഭരണഘടന നിലവിൽ വന്നത് ഏത് വർഷമാണ്? ഉത്തരം 1950 ജനുവരി 26. ഇന്ത്യയുടെ പരമോന്നത ഭരണഘടന നിലവിൽ വന്ന വർഷമാണ് 1950 ജനുവരി 26. അടുത്ത ചോദ്യം നോക്കിക്കോളൂ. ജനഗണമന ദേശീയ ഗാനമായി അംഗീകരിച്ച വർഷം? ജനഗണമന ദേശീയ ഗാനമായി അംഗീകരിച്ച വർഷം ഏതാണ്? ഉത്തരം 1950 ജനുവരി 24. 1950 ജനുവരി 24 ജനഗണമന ദേശീയ ഗാനമായി അംഗീകരിച്ചത്. അടുത്ത ചോദ്യം ഇതാണ്: സംസ്കൃതത്തിൽ രചിക്കപ്പെട്ട വന്ദേ മാതരം എന്ന ഇന്ത്യയുടെ ദേശീയ ഗീതം രചിച്ചത് ആര്? സംസ്കൃതത്തിൽ രചിക്കപ്പെട്ട വന്ദേ മാതരം എന്ന ഇന്ത്യയുടെ ദേശീയ ഗീതം രചിച്ചത് ആരാണ്? ശരിയായ ഉത്തരം ബങ്കിം ചന്ദ്ര ചാറ്റർജി. വന്ദേ മാതരം എന്ന ഇന്ത്യയുടെ ദേശീയ ഗീതം രചിച്ചത് ബങ്കിം ചന്ദ്ര ചാറ്റർജിയാണ്. അടുത്ത ചോദ്യം ഇതാണ്: സാരേ ജഹാൻ സെ അച്ച എന്ന ഗാനം രചിച്ചത് ആര്? സാരേ ജഹാൻ സെ അച്ച ആരാണ് രചിച്ചത്? ശരിയായ ഉത്തരം മുഹമ്മദ് ഇക്ബാൽ. ആരാണ് സാരേ ജഹാൻ സെ അച്ച എന്ന ഗാനം രചിച്ചത്? മുഹമ്മദ് ഇക്ബാലാണ്. ഇന്ത്യയുടെ ദേശീയ മൃഗം ഏതാണ്? ഇന്ത്യയുടെ ദേശീയ മൃഗം അറിയാവുന്നവർ പെട്ടെന്ന് തന്നെ കമൻറ്റ് ചെയ്തോളൂ. ഇന്ത്യയുടെ ദേശീയ മൃഗം ഉത്തരം കടുവയാണ്. ഇന്ത്യയുടെ ദേശീയ മൃഗം ഏതാണ്? കടുവ. അടുത്ത ചോദ്യം ഇതാണ്: ഇന്ത്യയുടെ ദേശീയ മൃഗത്തെ തിരഞ്ഞെടുത്ത വർഷം? ഇന്ത്യയുടെ ദേശീയ മൃഗത്തെ തിരഞ്ഞെടുത്ത വർഷം? ഉത്തരം 1972. 1972 ഇന്ത്യയുടെ ദേശീയ മൃഗത്തെ തിരഞ്ഞെടുത്തത്. ഇന്ത്യയുടെ ദേശീയ മൃഗം കടുവയാണ്. റിപ്പബ്ലിക് എന്ന ആശയം വന്നത് ഏത് രാജ്യത്തിൽ നിന്നാണ്? റിപ്പബ്ലിക് എന്ന ആശയം വന്നത് ഏത് രാജ്യത്തിൽ നിന്നാണ്? ഉത്തരം ഫ്രാൻസ് ആണ്. റിപ്പബ്ലിക് എന്ന ആശയം വന്നത് ഫ്രാൻസിൽ നിന്നാണ്. അടുത്ത ചോദ്യം നോക്കിക്കോളൂ. ഇന്ത്യൻ ഭരണഘടനയുടെ പിതാവ് ആരാണ്? ഇന്ത്യൻ ഭരണഘടനയുടെ പിതാവ് ആരാണ്? ഉത്തരം ഡോക്ടർ BR അംബേദ്കർ. ഇന്ത്യൻ ഭരണഘടനയുടെ പിതാവാണ് ഡോക്ടർ BR അംബേദ്കർ. അപ്പോൾ ഫ്രണ്ട്സ്, നിങ്ങൾ ഇതുവരെ നമ്മുടെ വീഡിയോ കണ്ടത് ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്തോളൂ. നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുന്ന വീഡിയോസ് തീർച്ചയായിട്ടും ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്തല്ലോ. നമുക്കിനി അടുത്ത ചോദ്യം നോക്കാം. ഇന്ത്യൻ രൂപയുടെ ചിഹ്നം രൂപകൽപ്പന ചെയ്തതാര്? ഇന്ത്യൻ രൂപയുടെ ചിഹ്നം രൂപകൽപ്പന ചെയ്തതാരാണ്? ഉത്തരം D. ഉദയകുമാർ. ഇന്ത്യൻ രൂപയുടെ ചിഹ്നം രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് D. ഉദയകുമാറാണ്. അടുത്ത ചോദ്യം ഇതാണ്: സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ വിദ്യാഭ്യാസ മന്ത്രി ആരായിരുന്നു? സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ വിദ്യാഭ്യാസ മന്ത്രി ആരായിരുന്നു? ഉത്തരം ഇതാണ് മൗലാന അബ്ദുൽ കലാം ആസാദ്. സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ വിദ്യാഭ്യാസ മന്ത്രി മൗലാന അബ്ദുൽ കലാം ആസാദ്. അടുത്ത ചോദ്യം നോക്കാം. ഇന്ത്യയുടെ വിദ്യാഭ്യാസ പദ്ധതി എന്നറിയപ്പെടുന്നത് ഏത് പഞ്ചവത്സര പദ്ധതിയാണ്? ഇന്ത്യയുടെ വിദ്യാഭ്യാസ പദ്ധതി എന്നറിയപ്പെടുന്നത് ഏത് പഞ്ചവത്സര പദ്ധതിയാണ്? ഉത്തരം 11ാം പഞ്ചവത്സര പദ്ധതി. അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. ഭരണഘടനയുടെ ആമുഖത്തെ അതിൻ്റെ തിരിച്ചറിയൽ കാർഡ് എന്ന് വിശേഷിപ്പിച്ചത് ആരാണ്? ഭരണഘടനയുടെ ആമുഖത്തെ അതിൻ്റെ തിരിച്ചറിയൽ കാർഡ് എന്ന് വിശേഷിപ്പിച്ചത് ആരാണ്?
ഉത്തരം ഇതാണ് നാനി പൽക്കിവാല. ആരാണ്? നാനി പൽക്കിവാല. അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. ഭരണഘടനയുടെ കരട് ഭരണഘടനാ നിർമ്മാണ സഭയിൽ അവതരിപ്പിച്ച തീയതി. ഭരണഘടനയുടെ കരട് ഭരണഘടനാ നിർമ്മാണ സഭയിൽ അവതരിപ്പിച്ച തീയതി. ഉത്തരം ഇതാണ് 1947 നവംബർ 4. 1947 നവംബർ 4-നാണ് ഭരണഘടനയുടെ കരട് ഭരണഘടനാ നിർമ്മാണ സഭയിൽ അവതരിപ്പിച്ചത്. അടുത്ത ചോദ്യം നോക്കൂ. ഭരണഘടനയുടെ ശില്പി എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ഡോക്ടർ അംബേദ്കറുടെ ജന്മദിനം ഏത് ദിനമായി ആചരിക്കുന്നു? ഉത്തരം ഇതാണ് മഹാപരിനിർവാണ ദിവസ്. അടുത്ത ചോദ്യം. ഭരണഘടനാ നിർമ്മാണ സഭ എന്നാണ് നിയമനിർമ്മാണ സഭ എന്ന രീതിയിൽ ആദ്യമായി സമ്മേളിച്ചത്? ഉത്തരം ഇതാണ് 1947 നവംബർ 17. അപ്പോൾ ഫ്രണ്ട്സ്, റിപ്പബ്ലിക് ദിനവുമായി ബന്ധപ്പെട്ട ഏതാനും ചോദ്യങ്ങളാണ് നമ്മൾ ഇപ്പോൾ കണ്ടത്. ഇനി നിങ്ങൾക്കായുള്ള സ്പെഷ്യൽ ക്വസ്റ്റ്യൻ ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ചോദ്യം ഇതാണ്: നമ്മുടെ രാജ്യത്തിൻ്റെ തലവൻ എന്നറിയപ്പെടുന്നത് ആരാണ്? ഇന്ത്യ മഹാരാജ്യത്തിൻ്റെ തലവൻ എന്നറിയപ്പെടുന്നത് ആരാണ് എന്നതാണ് ചോദ്യം. ഇതിൻ്റെ ശരിയായിട്ടുള്ള ഉത്തരം നിങ്ങളെല്ലാവരും കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ പേരും കൂടെ വെച്ച് ആ ഒരു ഉത്തരം കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കും ഷെയർ ചെയ്ത് കൊടുത്തോളൂ. അതോടൊപ്പം നമ്മുടെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.